നമസ്കാരം. ഗാസയിലേക്കുള്ള അവശ്യ വസ്തുക്കളുടെ വിതരണം വർദ്ധിപ്പിക്കാൻ തയ്യാറല്ല എന്ന നിലപാടുമായി ഇസ്രായേൽ സർക്കാർ. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ഹമാസ് വാക്ക് പാലിച്ചിട്ടില്ല, അതായത് ഹമാസ് വിട്ടുനൽകാമെന്ന് ഏറ്റിരുന്ന 28 പേരുടെയും മൃതദേഹങ്ങൾ അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന വിഷയത്തിൽ ഇപ്പോൾ ഇസ്രായേൽ വ്യാപകമായി പ്രതിഷേധം ഉയരുകയാണ്. ചിലർ പരസ്യമായി തെരുവിലിറങ്ങിപ്പോലും പ്രതിഷേധിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഇസ്രായേൽ സർക്കാർ ഗാസയിലേക്കുള്ള സഹായം ഇരട്ടിയാക്കുന്ന തീരുമാനത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത്. ഒരു നിലവിലെ സഹായം തുടരുക മാത്രമായിരിക്കും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സംഭവിക്കുക. അതല്ലാതെ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ അവർക്ക് സഹായം ഇരട്ടിയാക്കാൻ ഇനി തയ്യാറല്ല എന്ന വളരെ കർശനമായ നിലപാടാണ് ഇപ്പോൾ ഇസ്രായേൽ സ്വീകരിച്ചിട്ടുള്ളത്. 2021 ഒക്ടോബർ 7 ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ദികൾ ജീവിച്ചിരിപ്പുള്ള 20 പേരെയും കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. ഇനി 28 പേരുടെ മൃതദേഹങ്ങളാണ് ലഭിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ഘട്ടങ്ങളിലായി 8 മൃതദേഹങ്ങൾ മാത്രമാണ് ഹമാസ് വിട്ടു നൽകിയത്. ഇനി ബാക്കിയുള്ള 20 മൃതദേഹങ്ങൾ അടിയന്തരമായി എത്തിക്കണം എന്ന് ഇസ്രായേൽ വീണ്ടും ആവശ്യപ്പെടുകയാണ്. മാത്രവുമല്ല, മരിച്ചവരെ വിട്ടു തരുന്ന കാര്യത്തിൽ ഹമാസ് വീഴ്ച വരുത്തി എന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ രോഷാകുലനായിട്ടാണ് പ്രതികരിച്ചത്. അപ്പോൾ ഈ സന്ദർഭത്തിലാണ് ഇപ്പോൾ ഇസ്രായേലും കൂടി ഈ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ മനഃപൂർവ്വം മൃതദേഹങ്ങൾ വിട്ടു നൽകാതിരിക്കുകയാണ് എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. യഹൂദമതത്തിന്റെ ആചാര രീതികൾ അനുസരിച്ച് ഒരു വ്യക്തി മരിച്ചാൽ അയാളുടെ മൃതദേഹത്തെ അങ്ങേയറ്റം ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ മാന്യമായി സംസ്കരിക്കണം എന്നാണ് അവരുടെ മതവിശ്വാസം. എന്നാൽ അതിനിട നൽകാതിരിക്കാനാണ് ഇപ്പോൾ ഈ ഹമാസ് ഇത്തരത്തിലുള്ള മൃതദേഹങ്ങൾ വിട്ടു നൽകാത്തത് എന്നാണ് ഇസ്രായേലിലെ പല സംഘടനകളും ആരോപിക്കുന്നത്. ഹമാസ് ബന്ദികളാക്കിയവരുടെ ബന്ധുക്കൾ ചേർന്ന് രൂപീകരിച്ച ഫോറമൊക്കെ തന്നെ ഇക്കാര്യത്തിൽ അമേരിക്കയ്ക്ക് പരാതി നൽകിയിരിക്കുകയാണ്. എത്രയും വേഗം ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകണമെന്നാണ് അവരും ആവശ്യപ്പെട്ടിരിക്കുന്നത്. മരിച്ചവരോട് പോലും അനാദരവ് കാട്ടുന്ന രീതിയാണ് ഹമാസ് പിന്തുടരുന്നത് എന്നാണ് ഈ ബന്ധുക്കളുടെ ഫോറവും ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. എല്ലാ മൃതങ്ങളും വിട്ടു നൽകുന്നതിന് ഇന്നലെ വരെയാണ് ഇസ്രായേൽ ഹമാസിനോട് സമയപരിധി നിശ്ചയിച്ചിരുന്നത്. എന്നാൽ സമയപരിധി കഴിഞ്ഞിട്ടും അവർ വാക്ക് പാലിച്ചില്ല എന്നുള്ള പരാതി ഇപ്പോൾ ഇസ്രായേലിലും വ്യാപകമാവുകയാണ്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആകട്ടെ ബന്ദികളുടെ മൃതദേഹങ്ങൾ എന്തായാലും എത്തിക്കുമെന്നും ഇത് തങ്ങളുടെ ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ട് എന്ത് വില കൊടുത്തും ഇതിന് ഞങ്ങൾ മുൻകൈ എടുത്ത് ഇറങ്ങും എന്നുമാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. പക്ഷേ ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല എന്നാണ് ഇപ്പോൾ പല അന്താരാഷ്ട്ര സംഘടനകളും പറയുന്നത്. കാരണം ഒക്ടോബർ 7 വിവിധ തീവ്രവാദ സംഘടനകളാണ് ഇസ്രായേലിൽ നിന്ന് ആളുകൾ തട്ടിക്കൊണ്ടുപോയത്. ഇവർ ഈ മൃതദേഹങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്ന് പലർക്കും അറിയില്ലായിരുന്നു. തട്ടിക്കൊണ്ടുപോയ തീവ്രവാദ നേതാക്കൾ പലരും കൊല്ലപ്പെട്ടു പോയിട്ടുണ്ട്. അവിടെ ഇസ്രായേലിൻ്റെ മറ്റ് ബോംബാക്രമണങ്ങൾ വ്യാപകമായ പല കെട്ടിടങ്ങളും താർന്ന് തരിപ്പണമായിട്ടുണ്ട്. ഒരുപക്ഷെ കെട്ടിടങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ തുരങ്കങ്ങൾക്കുള്ളിലോ കുടുങ്ങിപ്പോയ പല ബന്ദികളും ഇതിനോടകം കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് കരുതപ്പെടുന്നത്. അവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുക്കുക അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഹമാസ് ഉറപ്പ് നൽകിയിരുന്നത് തങ്ങളുടെ കൈവശമുള്ള 28 മൃതദേഹങ്ങളും വിട്ടു നൽകാമെന്നായിരുന്നു. ഒരു തരത്തിൽ തങ്ങൾക്ക് ഉറപ്പില്ലാത്തൊരു കാര്യമാണ് ഹമാസ് ഇപ്പോൾ സമാധാന ചർച്ചകൾ മുന്നോട്ട് വെച്ചത് എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും കരുതുന്നത്. ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ദൗത്യ സംഘം ഇപ്പോൾ ഗാസയിൽ എത്തിയിട്ടുണ്ട്. അവരും മൃതദേഹങ്ങൾക്കായി തിരച്ചിൽ നടത്തുന്നുണ്ട് എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതിനെ സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഇനി ലഭിച്ചിട്ടില്ല. എത്രയും വേഗം മൃതദേഹങ്ങൾ കണ്ടെത്തി തിരികെ ഇസ്രായേലിനെ ഏൽപ്പിച്ചില്ലെങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകാൻ തന്നെയാണ് സാധ്യത എന്നാണ് ഇസ്രായേലിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ യാഹ്യ സിൻവർ ഉൾപ്പെടെയുള്ള ഹമാസ് നേതാക്കളുടെ മൃതദേഹങ്ങൾ ഇസ്രായേലിന്റെ കൈവശമുണ്ടെന്നും അവ വിട്ടുതരണമെന്നും ഹമാസ് തീവ്രവാദികൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇസ്രായേൽ ഈ ആവശ്യം തള്ളിക്കളയായിരുന്നു. ഏറ്റവും ഒടുവിലായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ ഹമാസിനോട് ഈ ചർച്ചയിലെ വ്യവസ്ഥകൾ പാലിക്കാൻ അവർ തയ്യാറാകണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ലോക രാജ്യങ്ങളെല്ലാം ഇടപെട്ടുകൊണ്ടാണ് ഇവിടെ ഒരു സമാധാനം പുനഃസ്ഥാപിക്കാനായി കരാറുണ്ടാക്കിയത്. പക്ഷേ ഹമാസ് ഇപ്പോൾ ഒളിച്ചുകളി നടത്തുകയാണ് എന്ന് തന്നെയാണ് സ്വാഭാവികമായും എല്ലാവരും സംശയിക്കുന്നത്.